അങ്ങനെ ശത്രു കയറി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ പ്രവാചകൻ പറഞ്ഞിട്ട് അതിനുള്ള വിപണി എന്താണെന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ എന്തോ ചെയ്യാനാണ് എന്നുള്ള നിലയിൽ നിസ്സംഗനായിരിക്കുകയല്ല. എന്നാൽ എവിടെയാണ് പ്രവാചകൻ ഈ ദുരന്തത്തിന്റെ നേരത്ത് നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഒന്നാമത് പറയുകയാണ്, നീ ഉണർന്ന് കരയണം. ഉണർന്ന് കരയണം എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ഓർക്കണം, ഉണർന്നിട്ടാണ് കരയേണ്ടത്, അല്ലെങ്കിൽ സുബോധത്തിലേക്ക് വന്നിട്ടാണ് കരയേണ്ടത്. അല്ലാതെ സഹായത്തിലിരിക്കുമ്പോൾ ഇമോഷണലായിട്ട് കണ്ണിക്കൂടെ രണ്ടുകൂടി കണ്ണീര് വന്നതുകൊണ്ട് ശത്രു ഓടിപ്പോകും നിങ്ങൾ ആരും ചിന്തിക്കരുത്. എന്താണ് ഉണർന്ന് കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഞാൻ ആരാണെന്ന് ഉള്ള ബോധ്യം എനിക്കുണ്ടാകണം. ഞാൻ ആരാകാനുള്ളവനാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. ഞാൻ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിലുള്ളതല്ല എന്ന് തിരിച്ചറിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കരയുന്നത്. കാരണം ഞാൻ ആരാകണമായിരുന്നോ അതാകുവാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള തിരിച്ചറിവിൽ ഞാൻ വിലപിക്കും. ഞാൻ മദ്യപന്മാരെ ഉണർന്ന് കരയുകയും സുബോധം പ്രാപിച്ച് കരയുകയാണ്. അങ്ങനെ ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് കരച്ചിലാണ്. എന്തുകൊണ്ട്? ഞാൻ ആരാകണമോ അതായിത്തീരാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടുള്ള എൻ്റെ കഴിഞ്ഞകാല പ്രവൃത്തികൾ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ ദൈവികമല്ല എന്നുള്ള തിരിച്ചറിവിൽ എന്റെ കഴിഞ്ഞകാല പ്രവൃത്തികളെ കണ്ടിട്ടുള്ള ഒരു കരച്ചിൽ, അനുതാപത്തിന്റെ കരച്ചിൽ. അതാണ് പാസ്റ്റ് ലൈഫിന്റെ തിരിച്ചറിവാണ് നമുക്ക് അനുതാപം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകുന്നത്. രണ്ടാമത് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പുറയിടുവീനെന്നാണ്. വെയിറ്റ്, ഹൗളിങ്. അവിടെ പുതുവീഞ്ഞ നിങ്ങളുടെ വായിക്ക് അറ്റുപോയതിനാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മുറയിടുക എന്ന് പറഞ്ഞു. ദൈവത്തെ അനുസരിച്ചപ്പോൾ ഒരു പക്ഷേ നമുക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോയി. അതിനുശേഷം ദൈവത്തെ അനുസരിച്ചപ്പോൾ ഒരുപക്ഷെ നമുക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഒരുമാതിരി മാനമര്യാദയിലൊക്കെ ജീവിച്ച് എടുക്കാൻ മനുഷ്യന്റെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ സമൃദ്ധി ഒരുപക്ഷെ കള്ളുകുടിച്ച് മദ്യപിച്ച് വ്യഭിചരിച്ച് ജീവിതം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ വിശ്വാസം വരുന്നത്. വിശ്വാസത്തിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരുമാതിരി നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള മേന്മ ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വേസ്റ്റ് ആക്കി കളഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നു, അവന്റെ ആരോഗ്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നു, അവന്റെ കഴിവുകൾ അവന് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അവൻ നാച്ചുറലി അവൻ എന്തായിത്തീരും? അവന് സൗകര്യമുള്ള ഒരു ജീവിത അവസ്ഥയിലേക്ക് അവൻ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ സൗകര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനകത്ത് തീർച്ചയായും ദൈവത്തിന്റെ കരുണ ഉണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നു. ഈ ഉന്നമനം ഉണ്ടായിട്ട് കാരണം ഒന്നേ ഉള്ളൂ, അവന്റെ ജീവിതം അവനൊന്ന് ക്രമീകരിച്ചു പോകുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ വചനപ്രകാരം അവനൊന്ന് ക്രമീകരിച്ചതേ ഉള്ളൂ. അങ്ങനെ ജീവിതം ക്രമീകരിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം അതിനകത്ത് ഒത്തിരി സഹായം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ക്രമീകരിച്ച് സമൃദ്ധിയുടെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ സംഭവിക്കുന്നത് എന്നാണ് ജീവിക്കാൻ. അതായത് സമൃദ്ധി നമ്മുടെ സമൃദ്ധി ദൈവത്തിന് നമ്മളെ അകറ്റി കളയണം. അപ്പോഴാണ് ദൈവത്തിന് നമ്മുടെ സമൃദ്ധിയെ എടുത്തു കളയേണ്ടി വരും. ആ സമൃദ്ധിയെ എടുത്തു കളച്ച് എത്തിനു വേണ്ടിയാണ്, നമ്മളോട് ദേഷ്യം ഉണ്ടാക്കുന്നതല്ല. കൃത്യത വീണ്ടും ഒരു മടങ്ങി വരവിന് വേണ്ടിയുള്ള ആഹ്വാനം എന്ന നിലയിലാണ്, ഒരു ലാംഗ്വേജ് ആണ്. അങ്ങനെ സമൃദ്ധി നഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് തന്നെ സമൃദ്ധി നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൽ ഞാൻ അലമുറയിടണം. അല്ലെങ്കിൽ ആ തിരിച്ചറിവിന് ഞാൻ ഇപ്പോൾ പോകുന്ന പോക്ക് ഇനി മുന്നോട്ട് പോയാൽ എന്റെ ഡെസ്റ്റിനേഷൻ എന്താണ് എന്നുള്ള തിരിച്ചറിവ്. അവിടെയാണ് ഹൗളിംഗ് എന്ന് പറയുമ്പോൾ ഭാവി കണ്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഭാവിയിലെ ദുരന്തം, വരാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ചുള്ള തിരിച്ചറിവിലുള്ള മുറയിടലാണ്. ഞാനിത് പറഞ്ഞതുപോലെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു മൂർഖപ്പാപ്പനെ കണ്ടാൽ നമ്മൾ സ്വകാര്യം മുറിച്ച് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുന്നില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? അപകടം മനത്തറിഞ്ഞ്, നമ്മൾ ബോധം ഉണ്ടെങ്കിൽ അപകടം മനത്തറിഞ്ഞ് എന്ത് ചെയ്യുകയാണ്? തിരികെ പോവുകയാണ്. അതുപോലെ ഒരു പിന്മാറ്റക്കാരൻ അവന്റെ മുന്നിലുള്ള അപകടം തിരിച്ചറിയുമ്പോഴാണ് അവന് മടങ്ങി വരാനുള്ള ഒന്നാമത് അനുതാപം ഉണ്ടാകുന്നത്. അവൻ എന്താണ്? അവൻ ഈ പ്രവൃത്തിയിലായി പോയല്ലോ എന്നുള്ള സങ്കടമാണ്. കാര്യം ഇവൻ അങ്ങനെ ആകുവാൻ ഉദ്ദേശിക്കപ്പെട്ടവൻ അല്ല. അതുകൊണ്ട് പിന്മാറ്റക്കാരൻ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അവന് ദുഃഖമുണ്ടാകുന്നു, അല്ലെങ്കിൽ അനുതാപം ഉണ്ടാകുന്നു. പക്ഷെ മടങ്ങിവരവ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയാൽ ഇവിടെ ചെല്ലുമെന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്, ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? അലറിക്കൊണ്ട് തിരികെ വരുന്നത്. പിന്മാറ്റക്കാരന്റെ വഴി, പാപികളുടെ വഴി, വിശുദ്ധന്റെ വഴി എന്ന് 3 വഴികളില്ല. കൊടുത്തത് 2 വഴിയേ ഉള്ളൂ. എന്താണ്? പാപികളുടെ വഴി അത് നാശത്തിലേക്കാണ്. വിശുദ്ധനായ ഒരു വ്യക്തിയുടെ വഴി ദൈവത്തോട് ഒരുമിച്ചുള്ള സ്വർഗീയവാസമാണ്. പിന്മാറ്റക്കാരൻ ചെയ്യുന്നതെന്ന് അറിയാമോ? അവൻ മുന്നോട്ടുള്ള യാത്ര കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ദൈവികതയിൽ അവൻ മുന്നേറുന്നതിന് പകരം അവനിപ്പോൾ ഒരു ഷോർട്ട് കട്ട് അടിച്ച് പിന്നെ എവിടെ തന്നെ വന്നു ചേരും, പാപിയുടെ വഴി തന്നെ വന്നു ചേരും. അതുകൊണ്ട് അനുതാപം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെ ഓർത്തുള്ള കരച്ചിലാണ് വാസ്തവത്തിൽ അനുതാപം. എന്നാൽ ഹൗളിംഗ് എന്നിവിടെ പറയുന്ന, അല്ലെങ്കിൽ വിലാപം, അല്ലെങ്കിൽ അലമുറയിടുക എന്ന് പറയുന്നത്, ഇങ്ങനെ പോയാൽ നമ്മുടെ അന്ത്യം എന്താണെന്നുള്ള തിരിച്ചറിവിൽ അലറിക്കരഞ്ഞുകൊണ്ട് മടങ്ങി വരുന്ന ആ മടങ്ങി വരവാണ് അലമുറയിടുക എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ കണ്ടു ലമെന്റിങ്. എങ്ങനെയാണ്? യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി കെട്ടുകൊടുത്തിരിക്കുന്ന കന്യകയെ പോലെ വിലപിക്കുക. അതാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയതായ കാര്യം.
അവിടെ എന്താണ്, അവളുടെ ഭാവി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൾക്ക് സമ്പത്തുണ്ടായിരിക്കാം, സ്വത്തുണ്ടായിരിക്കാം, സമൃദ്ധി ഉണ്ടായിരിക്കാം, പക്ഷെ അവൾക്ക് ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ യോഗമില്ല. ഇന്ന് പലപ്പോഴും വിശ്വാസികളിൽ നല്ലൊരു ശതമാനവും ഭർത്താവിനോട് കൂടെ ജീവിക്കുന്നില്ല, പക്ഷെ ഭർത്താവ് കൊടുത്ത സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പലരുടെ ചിക്കൻ എന്നറിയാമോ, ഇത് മതി, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാനുള്ളതൊക്കെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ കർത്താവ് സംഭവിക്കും എന്നുള്ളത് ആലോചിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ദുഷ്ടന്മാരെന്ന് നമ്മൾ പറയുന്നവര് നമ്മളെക്കാളും മെച്ചപ്പെട്ടവർ. ഇസ്രായേൽ മക്കളെ നമുക്കറിയാമല്ലോ, ഞാൻ ബാക്കികൾ വായിക്കുന്നില്ല, ആ സ്റ്റോറി നിങ്ങൾക്ക് അറിയാമെന്ന് പറയാണ്. പുറപ്പാട് 32-ാം അധ്യായത്തിൽ നമുക്കറിയാം, മോശ പർവ്വതത്തിലായിരിക്കുന്ന സമയത്ത് താഴെ ജനം വിഗ്രഹാരാധനമായി മാറി. കാലം ഇന്ത്യവാർത്തുണ്ടാക്കി ആ സംഭവം നിങ്ങൾക്ക് 32-ാം അധ്യായത്തിൽ മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കർത്താവ് തന്നെ മോശയോട് പറഞ്ഞു, നിന്റെ ജനം അവരെ തന്നെ വഷളാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നീ ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. മോശ അവിടെ വെച്ച് തന്നെ ഒരു ഇൻട്രസ്റ്റ് നിൽക്കൊക്കെ കഴിച്ചിട്ടാ തിരിച്ചു വരുന്നത്. കർത്താവേ, നിന്റെ പിതാക്കന്മാരോട് നീ ചെയ്ത നിന്റെ നിയമത്തെ നീ ഓർക്കണമേ, നിന്റെ നാമത്തെ ഓർക്കണമേ, ഇവരെ വെച്ച് നശിപ്പിച്ചു കളഞ്ഞാൽ എന്താ, ജനങ്ങളെല്ലാം പറയും നീ അവരെ കൊല്ലാൻ വേണ്ടിയാ കൊണ്ടുവന്ന്, അങ്ങനെ നിന്റെ നാമത്തിനൊരു അപമാനമായിരിക്കും. അതുകൊണ്ട് പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം മുഖേനയും നിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടിയും നീ ഇവരെ കൊല്ലരുതെന്നൊക്കെ പറഞ്ഞാണ് തിരിച്ചു വരുന്നത്. തിരിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ വന്നപ്പോഴത്തേക്ക് മോശം ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു യഥാർത്ഥ പ്രവാചകന്റെ പ്രത്യേകത ഏതാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും കരയുകയും ജനങ്ങളുടെ മധ്യത്തിൽ എപ്പോഴും എന്താണ്, ഗൗരവത്തോടുകൂടെ ഇടപെടുകയും ചെയ്തോണ്ടാണ് പ്രവാചകൻ. പക്ഷെ ഇന്നത്തെ പ്രവാചകന്മാർ നേരെ തിരിച്ചാണ്. മനുഷ്യന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഒരു ഗൗരവവും. അതിനുശേഷം ദൈവം മോശയോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. 33-ാം അധ്യായം തുടങ്ങുമ്പോൾ മോശയോട് ദൈവം പറയാണ്, നീ കൊണ്ടുവന്ന ഈ ജനവും എന്ത് ചെയ്യാവും, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ നീ അവരെ കൊണ്ടുപോയി. ഞാൻ അവിടെ ഉള്ള ആളുകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഫെരിസിയർ എല്ലാവരെയും അവിടുത്തെ സകല ജനങ്ങളെയും ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നിങ്ങൾക്ക് മുമ്പാകെ പോകാൻ ഞാനൊരു ദൂതനെ വഹിക്കും. നിങ്ങൾക്ക്, അതായത് ദൈവം അവർക്ക് ഭൗതികമായി എന്തൊക്കെ ലഭിക്കുമോ ആ കാര്യങ്ങളെല്ലാം ഒരു കുറവില്ലാതെ കൊടുത്തേക്കാവുന്ന പോയി. അതായത് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞു അവർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം അവർക്ക് കൊടുക്കാം. നിങ്ങളെ വിഗ്രഹാരാധികളായി എന്നോട് റിബലിയസ് ആയി, അതുകൊണ്ട് നിങ്ങളെ മനുഷ്യനെപ്പോൾ അവിടെ പാലും തേനും ഒഴുകത്തില്ല എന്നല്ല പറയുന്നത്. അതേ ദേശം തന്നെ നീ എടുത്തു. ഞാൻ നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞതല്ലേ, അത് നീ എടുത്തു. പിന്നെ അവിടെ ജനമതി യുദ്ധം ചെയ്തൊന്നും തരണ്ട, ഞാൻ തന്നെ അവരെ അങ്ങ് ഓടിച്ചു പറഞ്ഞേക്കാം. നീ പോയി പ്രോസസ് ചെയ്തു, ആ രാജ്യം മുഴുവൻ നിന്റെ കൈവശമാക്കിക്കോ. അതിന്റെ യാതൊരു ഫെർട്ടിലിറ്റിയും ഞാൻ കുറച്ച് കളയുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് നിന്നെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ വേണമെങ്കിൽ ദൂതനെ പറഞ്ഞു വിടണം. ഇല്ല, ഒരു ദൂതനെ, അപ്പൊ ദൂതനും ഉണ്ട്, പാലത്തേന് ഒഴുകുന്ന ദേശമുണ്ട്, സമൃദ്ധിയുണ്ട്, ശത്രുഭയം ആവശ്യമില്ല, ഒന്നുമില്ല. അതായത് ദൈവം ഭൂമിയിൽ ഇസ്രായേലിയർക്ക് പ്രോമിസ് ചെയ്ത സകല കാര്യങ്ങളും അവർക്ക് കൊടുക്കാം എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യും. അങ്ങനെ വീണ്ടും മോശം പറഞ്ഞു, അതെല്ലാം തന്നേക്കാം, നിങ്ങൾ ഈ പാവം എല്ലാം ചെയ്തിട്ടും വിഗ്രഹാരാധികളായിട്ടും ഞാൻ ഇതെല്ലാം ചെയ്തേക്കാം. എന്നാൽ വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ കൂടെ വിളിക്കും. നമ്മൾ ആരെങ്കിലും എന്റെ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ ദൈവം എത്ര വിശ്വാസം, നമ്മൾ അവിശ്വാസരായി പാർക്കുമ്പോഴും കർത്താവ് വിശ്വസ്തയോടെ പാർക്കും. നമ്മൾ വിഗ്രഹാരാധികളായപ്പോഴും കർത്താവ് എന്ത് ചെയ്തില്ല, അവന്റെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഒരു കുറവും വരുത്തില്ല. നമ്മൾ അവിശ്വസരായി പറക്കുന്ന വാക്യമാണ്. നമ്മൾ അവിശ്വസരായി പാർക്കുമ്പോഴോ വിശ്വസ്തയോടെ പാർക്കുന്നു. അവൻ എത്ര നല്ലവൻ. അവൻ പറയുന്നു, നീ യുദ്ധം പോലും ചെയ്യട്ട, ആ ജാതികളെ ശത്രുക്കളെല്ലാം ഓടിച്ചു പറയാം. തന്നെയല്ല, നമുക്ക് മുമ്പിൽ പോകാനൊരു ദൂതനെ അയച്ചിടാന്ന്. പിന്നെ അവൻ വരത്തില്ലെന്ന് പറഞ്ഞു, ശരിയാ, എന്നാലും ദൂതനുണ്ടോ, നമുക്ക് എത്ര സന്തോഷമായിട്ട്. അതായത് ഇത്രയും പാപം ചെയ്തിട്ടും നമ്മുടെ പ്രോമിസ് ഒന്നും വാഗ്ദത്തം ഒന്നും അവൻ എടുത്തു കളഞ്ഞില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദോഷകരമായ ഈ വചനങ്ങളെ കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് മനസ്സിലായി, പാലത്തേന് ഒഴിയുന്ന ദേശമൊന്നും അല്ല വലുത്, ദൂതൻ കൂടെ വരുന്നതല്ല വലുത്, വസ്തു കിട്ടുന്നതല്ല വലുത്, പണം കിട്ടുന്നതല്ല വലുത്, ശത്രുക്കളെ നിഗ്രഹിക്കുന്നതല്ല വലുത്, ദൈവത്തിന്റെ സാന്നിധ്യം അവരോടുകൂടെ പോരുന്നതാണ് ഏറ്റവും വലുതെന്ന് ഈ വിഗ്രഹാരാധികളായ ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കി. കർത്താവിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടെന്ന് പറയുന്ന വിശ്വാസികൾ ഇതുവരെ അത് മനസ്സിലാക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മൾ പറയുന്നത്, ഞാൻ അവിശ്വസനായി പാർത്തപ്പോൾ ദൈവം വിശ്വസനായി പാർത്തു, എനിക്ക് കർത്താവ് 2010 പ്രോമിസ് ചെയ്തതാ, 2011 കർത്താവ് ഒരു കാമറ തരുമോ, 2011 ജനുവരി, ഫെബ്രുവരി, നവംബർ വരെ ഞാൻ നോക്കി, കിട്ടിയില്ല. എന്നാൽ ഡിസംബർ ആയപ്പോൾ ആ കർത്താവിന്റെ വാക്തത്വം നിർവഹിച്ചുകൊണ്ട് എനിക്കൊരു കാറുവാ. പ്രിയമുള്ളവരെ, നിനക്ക് കാറ് കിട്ടിയോ വീട് കിട്ടിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നല്ലോ ദോഷകരമായ വചനം. ഈവിൾ ടാക്ടിക്സ് എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് നോട്ട് ഗോയിങ് വിത്ത് ദാറ്റ് പീപ്പിൾ.
മോശ ഒരു കൂടാരം എടുത്തു, അതിന് സമാന കൂടാരം എന്ന പേരിട്ടു, പാളയത്തിന് പുറത്ത് കൊണ്ടടിച്ചു. കാര്യം പാളയത്തിന് അശുദ്ധിയാണ്. അവിടെ കൊണ്ടടിച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിൽ കമന്റ് പോലെ പറയുകയാണ്, ഞങ്ങൾക്ക് പാലും തേനും വേണ്ട, ഞങ്ങൾക്ക് ദേശവും വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. നീ ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ നീ അയക്കരുതേ. ഞാനും നിന്നെ ഈ ജനമും സകല ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വ്യത്യസ്തരാണെന്ന് ഏതിനാൽ അറിയാം. ഞങ്ങൾക്ക് താഴും വീടും കിട്ടുന്നതിനകത്തല്ല അറിയുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് കർത്താവ് എന്റെ പിതാക്കന്മാര് കറുത്ത വേദോസ് കൊടുത്തത് കൊണ്ട് ഇന്ന് എനിക്കെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. നമ്മൾ എത്ര വ്യത്യസ്തരായ ആളുകൾ ദൈവം എനിക്ക് വേണ്ടി. എന്റെ പിതാക്കന്മാര് വേദോസ് കൊടുത്തായിട്ട് എല്ലാം കാരണം പ്രിയമുള്ളവരെ, പിതാക്കന്മാര് വേദോസ് കൊടുത്തുകൊണ്ട് നിനക്ക് കാറും വീടുമാണ് കിട്ടിയതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് പുറപ്പാട് 31 പറഞ്ഞ പോലെ ഉള്ളൂ, എല്ലാം എടുത്തോ എന്ന് പറഞ്ഞു വിട്ടേക്കുക. അവൻ കൂടെ പോയത്, അവൻ കൂടെ ഇല്ലാതെ കാറും വീടും കിട്ടിയാൽ സന്തോഷിക്കുന്നവരാണ് ഇന്ന് വിശ്വാസികൾ നല്ലൊരു ശതമാനമാകും. എന്നാൽ മോശ പറയുന്നത് എന്താണ് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത്? ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഞങ്ങൾ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വ്യത്യസ്തത നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഓടുന്നതിനാലല്ലയോ? പ്രിയമുള്ളവരെ, നമ്മളെ സകല ജാതികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമുക്കുള്ള സമൃദ്ധിയല്ല, നമ്മുടെ കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്നതല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതല്ല. നമ്മളെ സകല ജാതികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവന്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ഇവിടെ വളരെ കൃത്യതയോടുകൂടെ യോവേൽ പ്രവാചകൻ ഓർപ്പിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ കരയണമെന്ന യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടെടുത്തിരിക്കുന്ന കന്യകയെ പോലെ ലഭിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മ മണവാളനായ യേശുവിന്റെ സാന്നിധ്യം ആണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് പലരുടെയും ആത്മീയ അവസ്ഥ വൈധവ്യത്തിന്റെ അവസ്ഥയിലാണ്. സമ്പത്തുണ്ട്, സ്വത്തുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കർത്താവിന്റെ സാന്നിധ്യമില്ല. സഭയ്ക്കുള്ളിലും കർത്താവിനെ കുറിച്ചുള്ള പാട്ടുണ്ട്, കർത്താവിന്റെ വചനം വായിക്കുന്നുണ്ട്, കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, കർത്താവിന്റെ അത്താഴമുണ്ട്, പക്ഷെ കർത്താവിന്റെ സാന്നിധ്യമില്ല.